Hello, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് കുറച്ച് ഇഫ്താർ റെസിപ്പീസ് ആണ്. മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് ഇഫ്താർ സ്നാക്സ് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ട്ടോ. നമുക്ക് ഇതിലേക്ക് വഴറ്റുകയോ അതല്ലെങ്കിൽ മാവ് കുഴക്കുകയോ ഒന്നും ചെയ്യേണ്ട. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മുഴുവനായിട്ടും കണ്ടു നോക്കണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ റെസിപ്പീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ട വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എന്തായാലും നിങ്ങൾ ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇതിനു വേണ്ടി ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഇങ്ങനെ രണ്ടായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മഞ്ഞക്കരു എല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മഞ്ഞക്കരു വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പതുക്കെ പൊട്ടാതെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു വെള്ളപ്പാർട്ട് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. മഞ്ഞക്കരു ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഒരു വെള്ളപ്പാർട്ട് പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചെടുക്കണം. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം. മൈദ വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലാവും കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം കടലപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. മൈദമാവ് മാത്രം വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോഡാപ്പൊടി കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഒരു 1/4 ടീസ്പൂൺ തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബജിമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു തിക്നെസ്സിൽ ഇത് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സവോള മതി കേട്ടോ. ഇതിൽ ഫില്ലിങ് ഒരു അല്പം മാത്രം മതി. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ ഇതിലേക്ക് ആ ഒരു മുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു മഞ്ഞക്കരു നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങനീര് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മാവിലേക്ക് ഒരല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഓരോ മുട്ടയുടെ പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫില്ലിങ് ഇതുപോലെ കുറച്ചായി എടുത്ത് ഉരുട്ടിയിട്ട് ഇതുപോലെ ഈ ഒരു ഹോളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ഞാനിവിടെ മുഴുവൻ മുട്ടയും ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുട്ടയും ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട മുഴുവനായിട്ടും മാവിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതല്ലെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇതിൻ്റെ 2 വശവും ഫ്രൈ ആയിട്ട് വരുന്നത് വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണം. ഇനി നമുക്ക് മുട്ട വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഇഫ്താർ സ്നാക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ സ്നാക്സ് വേണ്ടത് അതിനനുസരിച്ച് മുട്ട പുഴുങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓരോ മുട്ടയും 4 പീസ് വീതമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ കോൺഫ്ലെക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകുന്നു വേണ്ട, അതൊന്ന് ചെറുതായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഇതൊന്നും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഇവിടെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ മുട്ട വീതം എടുത്തിട്ട് അത് ഈ ഒരു മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മൈദപ്പൊടി നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം പിന്നെ ഈ ഒരു നമ്മൾ കോൺഫ്ലവർ മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചല്ലോ അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ ഒരു മൈദപ്പൊടിയിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുക. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇതിൽ പിടിച്ച് കിട്ടും. എന്നിട്ട് അവസാനം ഒരു പ്രാവശ്യം കൂടി ഈ ഒരു കോൺഫ്ലവർ മിക്സിൽ മുക്കിയെടുത്ത ശേഷം നമുക്ക് ഈ ഒരു കോൺഫ്ലെക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ക്രംസും വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ കോൺഫ്ലെക്സ് എടുത്ത് ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണമാണ് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മുട്ട ഒരു 12 എണ്ണം തയ്യാറാക്കി എടുക്കാനുള്ളതുണ്ട്. ബാക്കി ഞാൻ ആ ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ ഒരു 6 എണ്ണം മാത്രമേ തയ്യാറാക്കി എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായ ശേഷം ഇതൊന്ന് തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കോൺഫ്ലെക്സ് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ട പുഴുങ്ങിയതാണ്, ഇത് ഒരുപാട് സമയമൊന്നും എണ്ണയിൽ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയ ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ മടിയുള്ള ദിവസങ്ങളിലൊക്കെ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇഫ്താറിനൊക്കെ സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള അടുത്ത ഇഫ്താർ സ്നാക്കും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിതിന് വേണ്ടിയിട്ട് 4 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഇനി ഒരു ബൗളിലേക്ക് ഈ ഒരു മുട്ടയുടെ മഞ്ഞക്കരും ഒക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞക്കരും മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവോളയുടെ പകുതി എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു അല്പം മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ മല്ലിയില കഴിഞ്ഞത് കാരണമാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മയോണൈസ് ഇല്ലാതെ നിങ്ങൾക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇതിൽ സ്പൈസി ആയിട്ടൊക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മയോണൈസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മയോണൈസ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ഒരു മുട്ടയിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓരോ മുട്ടയായിട്ട് എടുത്തിട്ട് ഈ ഒരു ഫില്ലിങ് ഇതിലേക്ക് നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ എല്ലാ മുട്ടയിലേക്കും ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ ഒരു മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം ഇതുപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം എണ്ണയിൽ ഇട്ട് വെക്കൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് ആ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ഈ ഒരു ഇഫ്താറും തയ്യാറാക്കി നോക്കണം. താങ്ക് യു. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വേണ്ട ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ക്യാബേജൊക്കെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് സോസാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് സ്പൈസി ആയിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം.
ഇനി നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു അല്പം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസിലേക്ക് ഈ ഒരു സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ആവുന്നവരെ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ലൂസായിട്ട് മാറും. അപ്പോൾ ഇതുപോലെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതിലൊരു മുക്കാൽ ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സോസ് ചേർത്ത് കൊടുത്ത ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് നല്ല സ്പൈസി ആയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം എരിവില്ലാതെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ബ്രെഡ് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ടൈറ്റായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം 2 ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വീണ്ടും 2 ബ്രെഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 4 ബ്രെഡാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സോസിൻ്റെ ആ ഒരു ലൂസിനനുസരിച്ചായിരിക്കും നമ്മൾ ബ്രെഡിൻ്റെ അളവ് വേണ്ടി വരിക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് വേണം സോസ് തയ്യാറാക്കിയെടുക്കാൻ. ഇനി നമുക്ക് കയ്യിലൊരു അല്പം ഓയിലാക്കി കൊടുത്തിട്ട് ഇതൊന്ന് ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിതിവിടെ ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസ് കൊണ്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ചൂടായ ശേഷം ഇതിട്ട് കൊടുത്തിട്ട് 2 ഭാഗവും ബ്രൗൺ കളർ ആവുന്നവരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ നിറാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ബ്രെഡൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതധികം സ്പൈസി ആയിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒക്കെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതിവിടെ 2 വശവും ബ്രൗൺ നിറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്